സോ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഒരു പക്ഷേ ആദ്യമായിട്ട് വന്നവര് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് 4 കോടിയിൽ കൂടുതൽ വരുമാനം മേടിച്ച മിസ്റ്റർ അർജുൻ KV അദ്ദേഹത്തിന്റെ 22ാമത്തെ വയസ്സിൽ കിട്ടിയ അവസരം ഉപയോഗിച്ചതിലൂടെ 4 കോടിയിൽ കൂടുതൽ വരുമാനവും ജീവിതത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ലൈഫിൽ എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത് അത് മുഴുവനും പ്രൂവ് ചെയ്ത ഒരാളാണ് ഇന്ന് നിങ്ങളോട് ഫാൻ പറഞ്ഞത്. ഒരു പക്ഷേ ജീവിതത്തിൽ ഇന്ന് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇതുപോലെ ഒരു പേഴ്സണാലിറ്റിനെ കാണുന്നതാവാം. കോടീശ്വരന്മാരെ നമ്മൾ റീലിൽ കാണാറുണ്ട്. ലൈവായിട്ട് ഞാൻ സമ്പാദിച്ചത് 37,200 രൂപയുടെ 12 പ്രോഡക്റ്റ് മേടിക്കുകയും ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്തിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 4 കോടിയിൽ കൂടുതൽ മെർസിഡീസ് ബെൻസ് എന്റെ നാട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനെ ഉണ്ടാവുള്ളൂ. ആ ചെറുപ്പക്കാരന് കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഇൻഡസ് യുവ എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ടാണ്. സോ ഇത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്, എനിക്കും കിട്ടിയിട്ടുള്ളത്, ഇന്ന് കേട്ടവർക്കും കിട്ടിയിട്ടുള്ളത്. ഞാൻ സമ്പാദിച്ചു, കോടികൾ സമ്പാദിച്ചു, യാത്ര ചെയ്യാൻ മെർസിഡീസ് ബെൻസ് അടക്കമുള്ള വാഹനങ്ങൾ മേടിച്ചു. 1 അല്ല 2 അല്ല 3 കൂടുതൽ വാഹനങ്ങൾ ഞാൻ മേടിച്ചു ഈ ബിസിനസ്സിലൂടെ. വീട് വെച്ചു. ഇതെല്ലാം സമ്പാദിച്ചത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. രാമോഹൻ സാറുടെ എന്ന് പറഞ്ഞു 26 വർഷം ഈ ബിസിനസ്സിൽ ഇതിനു മുൻപുണ്ടായിരുന്ന ജോലിയിലൂടെ നിന്നിട്ട് ഒരു വീട് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എത്രയോ ലക്ഷം രൂപയുടെ വാഹനമാണ്. സമ്പാദിച്ചത് 2 കോടിയിൽ കൂടുതലാണ്. അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹം ഈ അവസരം കൊടുത്തു. ഒരു അച്ഛൻ ഒരു മകന് ഒരു അവസരം കൊടുക്കണമെങ്കിൽ ഈ അവസരം എത്രമാത്രം നല്ലതായിരിക്കും. ഇതൊന്ന് നമ്മളൊന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഇന്ന് ആദ്യമായിട്ട് വന്നതവരാണ് എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് ഇത് അനുയോജ്യമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം ഉറപ്പ്, നിങ്ങളുടെ മക്കൾ ഏത് കാറ്റഗറി പഠിച്ചോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ MTPS ആയിക്കോട്ടെ, ഏത് പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ, ഉറപ്പായിട്ട് ഞാൻ പറയാം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം, അത് മക്കൾക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ, എക്സ്ട്രാ ഇൻകം ഇല്ലാതെ ഇന്ന് ജീവിച്ചതുപോലെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോലെ നാളെയോ അടുത്ത മാസമോ നിങ്ങൾക്ക് പറ്റില്ല. ഗ്യാരണ്ടി. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ. അവിടെ കയറണമെങ്കിൽ, ആ ബാങ്ക് ബാലൻസ് കൂട്ടണമെങ്കിൽ ഈ ഒരു അവസരത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ ഉപയോഗപ്പെടുത്താൻ ഇന്ന് ഇന്ത്യയിലുള്ള 0 ഇൻവെസ്റ്റ്മെന്റിൽ 1 രൂപ പോലും മുടക്കില്ലാതെ നമ്മൾക്കൊരു അവസരം കിട്ടുന്നത് അത് ഇൻഡസ് എന്ന് പറയുന്ന ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഇന്ന് പറഞ്ഞ 50 പേരല്ല ഇവിടുന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. നാളെ ഫ്ലൈ ചെയ്യാൻ പോകുന്നത് മോർ ദാൻ 2000 പീപ്പിൾ. 2000-ൽ കൂടുതൽ ആൾക്കാർ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ചെന്നിറങ്ങുന്ന മലേഷ്യയിലും ഇതുപോലെ നടക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുന്ന ഹോളണ്ടിലും എന്തായിരിക്കും അവിടുത്തെ വൈബ് എന്ന് നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന ഒരു കുഞ്ഞും വിശ്വസിക്കില്ല. 2000 പേർ നിനക്കുന്ന വട്ടാണ് വരുന്നത്. പറയുന്ന ആരാണ്? എന്റെ ഫാമിലി മെമ്പേഴ്സ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഫാമിലിക്ക്. അതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. സോ തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ, അവിടെ ഏജ് എന്ന് പറയുന്നത് ഡസന്റ് മാറ്റർ. നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങളുടെ പക്വതയുള്ള മക്കൾക്ക് കൊടുക്കുക. പക്വത എടുത്ത് ഞാൻ പറയാണ്, എല്ലാവരും മക്കളാണ്, പക്വത ഉണ്ടായിട്ടൊന്നുമില്ല. മക്കൾ ചിലപ്പോൾ പാരന്റ്സിനോട് പറയും, മകൻ ഇതിൽ വിജയിച്ച് നിൽക്കുകയായിരിക്കും. പാരന്റ്സ് കേൾക്കൂല. ഞാനതിനൊരു പാരന്റ് ആയിട്ട് കാര്യമില്ല, പക്വതയില്ല. ഇത് പക്വതയുള്ളവർക്കാണ്. അവരുടെ ക്യാരക്ടർ മാറും. ഇന്ന് നമുക്കറിയാം തൂഫാനായിട്ട് നടക്കണമെന്ന് അറിയാലോ, നിങ്ങൾ കാണുന്നുണ്ടാവും. അതിനകത്തുള്ള ചെറുപ്പക്കാരുകൾ 20, 18, 20, 22 വയസ്സുള്ള ചെറുപ്പക്കാർ. സോ ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ കയറിയിട്ടുണ്ട്. എമിൽ ബെൻസൺ 19 വയസ്സ് സമ്പാദിച്ചത് തന്നെ അറിയോ. ഈ 19ാമത്തെ വയസ്സിൽ ജോലിയല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ലക്ഷത്തിൽ കൂടുതൽ സമ്പാദിച്ചു. അദ്ദേഹം 2ാമത്തെ ട്രിപ്പ് പോകും. 2ാമത്തെ ട്രിപ്പ് ഇന്റർനാഷണൽ ട്രിപ്പ്. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ടില്ല. അവൻ ഈ ബിസിനസ്സിലൂടെ സമ്പാദിച്ചപ്പോൾ കമ്പനി അവനെ പ്രൂവ് ചെയ്തു. കമ്പനി അവനെ കൊണ്ട് ഫ്ലൈ ചെയ്യണം. സോ ഇതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഇന്ന് നിങ്ങൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ള ഏത് വ്യക്തിയാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്, ആ വ്യക്തിയുടെ കയ്യിൽ മുറുക്കെ പിടിക്കുക. ഇത് കഴിഞ്ഞ് കുറച്ച് പേര് എല്ലാവരും പുറത്തോട്ടിറങ്ങും. അതിൽ കുറച്ചു പേര് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ കുയിന്തൊള്ളങ്ങളായിരിക്കും. അവർ അതേ രീതിയിൽ അങ്ങ് പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, അത് ആ രീതിയിൽ പോകുക മാത്രമേ ഉള്ളൂ. ഈ ബിസിനസ്സിനകത്തേക്ക് നിങ്ങൾ മനസ്സോട് കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതി വെച്ചോ. ജൂലൈ 5-ാം തീയതി 2026, 2027 ജൂലൈ 5 വരും. നിങ്ങൾ എന്ന് പറയുന്നവരുടെ അക്കൗണ്ടിൽ